നമ്മുടെ നീറ്റ് പരീക്ഷയിൽ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും NTA നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യാന്തര പരീക്ഷയിൽ ഇത്രത്തോളം ക്രമക്കേടുകൾ നടക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ചില സ്ഥാപനങ്ങളിൽ മാത്രം കോച്ചിങ് നേടിയ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ 1ാം റാങ്കുകൾ വാരിക്കോരി കൊടുക്കുന്നു. ആ മൂല്യനിർണയ രീതി ഇനിയും സുതാര്യമല്ല. രാജ്യത്തെ ഒരു ഉന്നത പഠന സംവിധാനത്തിലേക്ക് ഇത്രത്തോളം താളം തെറ്റിയ അധപ്പതിച്ച പ്രവേശന നടപടി ഇത് തികച്ചും വിദ്യാർത്ഥികളോടുള്ള വിവേചനമാണ്, അസമത്വമാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ NTA പല നിലക്കുമുള്ള വൈരുദ്ധ്യങ്ങളായ പ്രതികരണങ്ങളാണ് നൽകിയത്. കോച്ചിങ്ങിന് പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളും കട്ട് ഓഫിന് വേണ്ടി അല്ലെങ്കിൽ കട്ട് ഓഫിന്റെ മേലെ മാർക്ക് ലഭിക്കാൻ വേണ്ടി ഓടുന്നു. പക്ഷേ ഓരോ വർഷവും കട്ട് ഓഫ് അവരെ ഓവർടേക്ക് ചെയ്ത് വീണ്ടും ഓടുന്നു. 24 ലക്ഷം വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് പരീക്ഷണം കൊണ്ട് സമീപിക്കേണ്ടതെന്ന് നമ്മുടെ NTAക്ക് ഇനിയും വ്യക്തമായിട്ടില്ല. ഇതൊക്കെ ചെയ്യേണ്ടത് NTAക്ക് പകരം നമ്മുടെ എയിംസുകൾക്ക് ഈ ചുമതല നൽകുകയാണ്. കാരണം നമ്മുടെ IITകളിലേക്കൊക്കെ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് NTA പരീക്ഷ നടത്തിയിട്ടല്ല. പകരം ആദ്യം NTA പരീക്ഷ നടത്തി JEE മെയിനിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തവരെ വീണ്ടും IITകൾ തന്നെ പരീക്ഷ നടത്തി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മെഡിക്കൽ മേഖലയ്ക്ക് എയിംസുകൾക്ക് ഈ ചുമതല നൽകിയാൽ ഈ പരീക്ഷകൾ ഒന്നുകൂടി കാര്യക്ഷമമാകും. ഇപ്പോൾ ഇന്ത്യയിലുടനീളം വിവിധ കോച്ചിങ് സെന്ററുകൾ പരാതിയും കൊണ്ട് നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. അക്കൂട്ടത്തിൽ കേരളത്തിലെ മികച്ച ഒരു കോച്ചിങ് സെന്ററായ സൈലം ലേണിംഗ് അക്കാദമിയും സുപ്രീം കോടതിയിൽ ഇക്കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ 720-ൽ 720 മാർക്ക് അഥവാ ഫുൾ മാർക്ക് ലഭിക്കുന്ന 1ാം റാങ്കുകാർ 1-2 പതിവാണ്. എന്ന് മാത്രമല്ല, അത്തരം 1ാം റാങ്കുകാർക്ക് 1 കോടി രൂപ കോച്ചിങ് സെന്ററുകൾ സമ്മാനം നൽകാറുമുണ്ട്. എന്നാൽ ഈ വർഷം 67 വിദ്യാർത്ഥികൾക്ക് 1ാം റാങ്ക് നൽകിയപ്പോൾ അതിൽ തന്നെ ചില കോച്ചിങ് സെന്ററുകളിൽ 5ഉം 6ഉം 7ഉം പേർക്കൊക്കെ 1ാം റാങ്ക് നേടിയപ്പോൾ ഈ 1 കോടി സമ്മാനം എന്ന വാഗ്ദാനം നിറവേറ്റണമെങ്കിൽ ഓരോ വിദ്യാർത്ഥികൾക്കും 1 കോടി രൂപ വീതം സമ്മാനം നൽകണം. ഉദാഹരണമായി നമ്മുടെ കേരളത്തിലെ പാലയിലെ ബ്രില്യന്റ് അക്കാദമി, അവരിൽ 4 പേർക്കാണ് 1ാം റാങ്ക് നേടിയത്. അക്കാദമിയുടെ വാഗ്ദാന പ്രകാരം 1ാം റാങ്ക് നേടിയവർക്ക് 1 കോടി നൽകണമെങ്കിൽ ഈ വർഷം 4 വിദ്യാർത്ഥികൾക്ക് 1 കോടി വീതം 4 കോടി സമ്മാനമായി നൽകണം. വാഗ്ദാനം പാലിക്കാതിരിക്കാൻ വയ്യ. അത് വിശ്വാസ വഞ്ചനയാണ്. ഭാവി വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തോടുള്ള മതിപ്പും വിശ്വാസവും നഷ്ടപ്പെടും. അതുകൊണ്ട് സമ്മാനം കൊടുത്തേ തീരൂ. പക്ഷേ 1ാം സമ്മാനമായി 4 വിദ്യാർത്ഥികൾക്ക് 4 കോടി നൽകണമെങ്കിൽ ഒരുപക്ഷെ കമ്പനി തന്നെ അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് നമ്മുടെ മിക്ക കോച്ചിങ് സെന്ററുകളും. എന്തായാലും JEE അഡ്വാൻസിന്റെ എക്സാം പോലെ നമ്മുടെ നീറ്റ് പരീക്ഷയും എയിംസുകൾക്ക് നൽകിയാൽ ഇത്തരം തട്ടിപ്പും ക്രമക്കേടുമില്ലാത്ത സുതാര്യമായ ഏറ്റവും മികവുറ്റ ഒരു പ്രവേശന പരീക്ഷാ രീതി അവർക്ക് ചെയ്യാനാകും. പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യപേപ്പർ ചോരാതിരിക്കാനും ലീക്കാകാതിരിക്കാനും നമ്മുടെ എയിംസുകൾക്ക് പ്രത്യേകം ശ്രദ്ധ ചെലുത്താനാകും. അവിടെ ഗ്രേസ് മാർക്ക് ഉണ്ടാവുകയില്ല, മറ്റ് ഒളിഞ്ഞിരിക്കുന്ന മാർക്കുകളും ഉണ്ടായിരിക്കില്ല. എല്ലാം സുതാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രവേശനം നേടാനാകും. ഇത്തരം ബാക്ക് ഡോർ പോളിസി അവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് ഇനി വരും വർഷങ്ങളിലെ നീറ്റ് പരീക്ഷയിൽ ഭാവി വിദ്യാർത്ഥികൾക്കുള്ള പരമാവധി പ്രതീക്ഷ എയിംസുകളെയാണ്.